ുള്ളവരെ നമ്മുടെ നിലമ്പൂർ സിംഹം സാക്ഷാൽ PV അൻവറിന്റെ വെല്ലുവിളി ഉണ്ടായിരിക്കുന്നു. തന്നെപ്പോലെ സ്വയം വഴിവെട്ടി വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നോട് സംവാദത്തിന് വരിക, അല്ലാത്തവർ വെറുതെ ഇരിക്കുക എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം താൻ മത്സരിച്ച വിവിധ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലെ വോട്ട് കൂടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിൽ 2025 ബൈ ഇലക്ഷനിൽ 19,760 വോട്ട് നേടുന്നു. 2011 ഏറനാട് അവിടെ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ, ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ മത്സരിക്കുമ്പോൾ 47,452 വോട്ട് നേടുന്നു. വയനാട്ടിൽ 2014 ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ, സ്വന്തം ജില്ലയിലല്ല, അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ്, തൊട്ടടുത്ത വയനാട് മത്സരിക്കുമ്പോൾ പോലും അവിടെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും സ്വാധീനമില്ലാതെ, പിന്തുണയില്ലാതെ 37,123 വോട്ടുകൾ നേടുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ, താൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പിന്തുണയില്ലാതെ തന്നെ ഇത്രയും വോട്ടുകൾ നേടുവാൻ കഴിയുന്ന ആളാണ്. തന്നെപ്പോലെ സ്വയം വഴിവെട്ടി വന്നവർ, അതായത് ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് DCC പ്രസിഡൻറ്റും കൊയിലാണ്ടി MLA പ്രവീൺ കുമാറിനെയാണ്. തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം കൊയിലാണ്ടിയിൽ മത്സരിച്ച് വിജയിച്ചത്. തനിക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പിന്തുണയില്ലാതെ ഇത്രത്തോളം വോട്ടുകളൊക്കെ നേടുവാൻ കഴിയും. അങ്ങനെ തന്നെപ്പോലെ സ്വയം വഴിവെട്ടി വന്നവരാണ് എങ്കിൽ തന്നോട് സംവാദത്തിന് വരുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്നുകൂടിയുണ്ട്. പിന്നെ അദ്ദേഹം പൊന്നാനിയിൽ നിന്ന് 2019 ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒപ്പം നേരത്തെ മത്സരിച്ചപ്പോൾ അവിടെ CPM പരാജയപ്പെട്ടത് 2,50,000 വോട്ടുകൾക്കാണ്. പക്ഷേ താൻ വന്നപ്പോൾ ആ ഭൂരിപക്ഷം 1,95,000 കുറയ്ക്കുവാൻ കഴിയുന്നു. ഏകദേശം 50,000-ത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം LDFന് അവിടെ കുറയ്ക്കുവാൻ കഴിയുന്നു എന്നും അദ്ദേഹത്തിൻ്റെ അവകാശവാദമുണ്ട്. ഒപ്പം 2016-ലും 2021-ലും നിലമ്പൂരിൽ നിന്ന് താൻ വിജയിച്ചിട്ടുണ്ട് എന്നുകൂടി അവകാശപ്പെടുന്നു. അതെ, അയാൾ ശരിയാണ്, അയാൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും VV പ്രകാശും VS ജോയിയും ഒക്കെ ഉൾപ്പെടുന്ന നിലമ്പൂർ കാട്ടിൽ ഒറ്റയാനായി വളർന്നു വന്ന ആളാണ് PV അൻവർ എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം നടന്ന് പിന്നീട് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജനകീയനായി പിന്നീട് CPMലെത്തി വളരെ കണ്ണിങ്ങായിട്ട് 2 പ്രാവശ്യം 2016-ലും 2021-ലും നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അദ്ദേഹം. ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ചില രാഷ്ട്രീയക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കും, കുറച്ചു കാലം കോൺഗ്രസ്സുകാരായിരിക്കും, പിന്നീട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഇടതുപക്ഷ സ്വതന്ത്രന്മാരായി വിജയിച്ച് MLA ആയി പിന്നെ മന്ത്രിമാരാകുന്ന ഒരു ചരിത്രം മലപ്പുറത്തുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം സ്പോർട്സ് മന്ത്രിയായിരുന്ന അബ്ദുൾ റഹ്മാനൊക്കെ എടുത്താൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് കോൺഗ്രസിനോടൊപ്പമാണ്. പിന്നീട് അദ്ദേഹം LDF സ്വതന്ത്രനൊക്കെയായി മത്സരിച്ച് വിജയിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഈ വിവാദങ്ങളുടെയൊക്കെ അടിസ്ഥാനമെന്ന് പറയുന്നത് ബേപ്പൂരിൽ നിന്നാണ്. ബേപ്പൂരിലെ തിരഞ്ഞെടുപ്പ് അഥവാ സ്ഥാനാർത്ഥി നിർണയം, അതിലുണ്ടായ പാളിച്ചയാണ് ബേപ്പൂർ നഷ്ടപ്പെടുവാൻ കാരണമായതെന്ന് ഒരു UDF യോഗത്തിൽ പ്രവീൺ കുമാർ DCC പ്രസിഡന്റ് പറഞ്ഞതാണ് പിന്നീട് ഈ വിവാദങ്ങൾക്കൊക്കെയും കാരണമാകുന്നതിന്. കാരണം അദ്ദേഹം പറഞ്ഞത് ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ സ്ഥാനാർത്ഥികളായിരുന്നുവെങ്കിൽ, കോണി ചിഹ്നത്തിലോ കൈപ്പത്തി ചിഹ്നത്തിലോ അവിടെ സ്ഥാനാർത്ഥികൾ നിർത്തിയിരുന്നുവെങ്കിൽ UDF ബേപ്പൂരിൽ വിജയിക്കും എന്നാണ് പ്രവീൺ കുമാർ പറഞ്ഞത്. പക്ഷേ അത് PV അൻവറിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, തന്നെ ചേർത്ത് നിർത്തേണ്ട കരങ്ങളാണ് തന്നെ അവിടെ ചതിച്ചത്. ബേപ്പൂരിൽ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് ബാങ്കുകളിൽ നിന്ന് അവരുടെയൊക്കെയും ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് ചോർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് താൻ പരാജയപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചതിച്ചു തന്നെ എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമാണ് ബേപ്പൂരിലെ ഈ പ്രശ്നങ്ങൾ ഇത്രയും വിവാദത്തിലേക്ക് എത്തിയത് ഇലക്ഷന് ശേഷം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അൻവർ ചതി എന്ന് പറയുമ്പോഴും അൻവറും ഒപ്പം CPMും ഒക്കെ ചേർന്ന് ഏറനാട് അഷ്റഫ് കാളിയത്ത് എന്ന് പറയുന്ന CPI സ്ഥാനാർത്ഥിയെ ചതിച്ചിട്ടുണ്ട്. നേരത്തെ അൻവർ പറഞ്ഞു 2011 താൻ അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ച് ഏകദേശം 47,451 വോട്ട് നേടിയിട്ടുണ്ടെന്നത്. അദ്ദേഹം ഒറ്റയ്ക്ക് നേടിയതല്ല. അവിടെ CPIക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, അഷ്റഫ് കാളിയത്ത്. പക്ഷേ CPM ഒപ്പം PV അൻവറും ചേർന്ന് അഷ്റഫ് കാളിയത്തിനെ ചതിക്കുകയായിരുന്നു. CPI ചതിക്കുകയായിരുന്നു. CPM സംഘടനാ സംവിധാനം ഉപയോഗിച്ച് CPMൻ്റെ വോട്ടുകൾ PV അൻവറിന് മറിച്ചു. അവിടെ CPI സ്ഥാനാർത്ഥി അവസാനം ഇലക്ഷൻ വോട്ടെണ്ണിയപ്പോൾ വെറും 2,500 വോട്ടുകളാണ് കിട്ടിയത് അഷ്റഫ് കാളിയത്തിന്. അദ്ദേഹത്തെ അവിടെ നിർത്തി കോമാളിയാക്കി CPMും PV അൻവറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചതിയുണ്ട്, എന്താണ്, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്നോ മറ്റോ. അതുപോലെ അന്ന് അഷ്റഫ് കാളിയത്തിനെ ചതിച്ച PV അൻവറിന് ഒരുപക്ഷെ തിരിച്ചടി കിട്ടിയതായിരിക്കാം ബേപ്പൂരിൽ എന്ന് ആണ് എൻ്റെ ഒരു വിശകലനം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം PV അൻവറിനെ പരിഗണിക്കേണ്ടതുണ്ട് UDF എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ
പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെ UDFന് വലിയ വിജയം നേടുന്നതിന് കാരണമായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ സമയത്ത് പോലീസിലുണ്ടായ സംഘപരിവാര സ്വാധീനം അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞത് PV അൻവറിൻ്റെ വാക്കുകൾ കൊണ്ടാണ്, പ്രസംഗങ്ങൾ കൊണ്ടാണ്. അത് കോൺഗ്രസിനും UDFനും ഒക്കെ വലിയ രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ആകെയുള്ള 29 സീറ്റുകൾ എടുത്താൽ 2 ജില്ലയിൽ കൂടി 29 സീറ്റ് എടുത്താൽ ഒറ്റ സീറ്റ് ബേപ്പൂരിൽ മാത്രമാണ് LDFന് വിജയിക്കുവാൻ കഴിഞ്ഞത്. അതിനൊക്കെയും UDFന് കടപ്പാടുണ്ടാകേണ്ട ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് PV അൻവർ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പക്ഷേ PV അൻവറിന് കോൺഗ്രസിനെയോ ലീഗിനെയോ ഒന്നും ചതിയന്മാർ എന്ന് വിളിക്കുവാൻ യോഗ്യതയില്ല. കാരണം PV അൻവറും CPM ചേർന്ന് അഷറഫ് കാളിയത്തിനെ LDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ട് ചതിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി കോൺഗ്രസ് ചതിക്കും എന്നാണ് ചില സൈബർ ഇടങ്ങളിലെ ആളുകളൊക്കെയും പറയുന്നത്. കോൺഗ്രസ് PV അൻവറിനെ അവിടെ കൊണ്ടുപോയി ചതിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് സ്വന്തം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി 1996 മാരാരിക്കുളത്ത് നിന്ന് PS അച്യുതാനന്ദൻ പരാജയപ്പെടുന്നത് CPM കാലുവാരിയതാണ്. കാരണം 96 PS അച്യുതാനന്ദൻ വിജയിച്ചാൽ മുഖ്യമന്ത്രിയാകുമായിരുന്നു. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ PS അച്യുതാനന്ദൻ 1965 വോട്ടുകൾക്ക് പരാജയപ്പെടുന്നതാണ് കണ്ടത്. PS അച്യുതാനന്ദൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന PJ ഫ്രാൻസിസ് താൻ വിജയിച്ചതറിഞ്ഞത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിന് കൈ കടിച്ച് നോക്കിയെന്നാണ്. കാരണം അദ്ദേഹത്തിന് പോലും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഇലക്ഷൻ ചരിത്രമുള്ള മണ്ഡലമാണ് മാരാരിക്കുളം. അവിടെ നിന്നാണ് VS അച്യുതാനന്ദൻ പരാജയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇത് സ്വപ്നമാണോ എന്നറിയാൻ വേണ്ടി കൈ കടിച്ച് നോക്കിയത്. കാരണം അവിടെ ഏത് കുറ്റിച്ചൂലിനെ പോലും അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയിക്കുന്ന ഒരു സീറ്റാണ് മാരാരിക്കുളം. അവിടെ നിന്നാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്. അച്യുതാനന്ദൻ പ്രത്യേകിച്ചും അദ്ദേഹം ആ സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. അപ്പോൾ അവിടുത്തെ ആളുകളും മാരാരിക്കുളത്തെ ആളുകളും VS അച്യുതാനന്ദനും ഒക്കെ പ്രതീക്ഷിച്ചത് ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അവിടെ നിന്നുള്ള വിജയമായിരുന്നു. പക്ഷേ VS അച്യുതാനന്ദനെ അവിടെ CPMും പിണറായി വിജയനും എല്ലാം കൂടെ ചേർന്ന് കാലുവാരി പരാജയപ്പെടുത്തി. ആ CPMൻ്റെ അണികളും സൈബറിടത്തെ പ്രവർത്തകരുമാണ് ഇപ്പോൾ കോൺഗ്രസ് PV അൻവറിനെ പരാജയപ്പെടുത്തി എന്നൊക്കെ പറയുന്നത്. PV അൻവറിൻ്റെ ചില പ്രവർത്തികളും പ്രസ്താവനകളും ഒക്കെ കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും എതിർപ്പുണ്ടാക്കിയിരിക്കാം. പ്രത്യേകിച്ചും അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ DNA ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരിക്കാം. PV അൻവറിനെതിരെ വോട്ട് ഇടുവാനുള്ള വൈമനസ്യം ഉണ്ടായിരുന്നിരിക്കാം. എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് അദ്ദേഹം ചിഹ്നം മാറി മത്സരിച്ചതുകൊണ്ടാണ്. കാരണം അവർക്ക് പരിചിതമായിരുന്ന കോണിയോ കൈപ്പത്തിയോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ചിഹ്നം എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ PV അൻവറിനെ പരിഗണിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും UDFന് വലിയ രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്, തെക്കൻ ജില്ലകളിൽ പോലും എന്നതാണ് എൻ്റെ ഒരു വീക്ഷണം. കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് UDF ആണ്. പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് കോർപ്പറേഷനോ ബോർഡോ ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ UDFനോടൊപ്പം ചേർത്ത് നിർത്തണം. അദ്ദേഹം വളരെ കണ്ണിങ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്. പക്ഷേ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കോൺഗ്രസിനെയോ ലീഗിനെയോ UDFനെയോ ഒന്നും ചതിയനെന്നോ ഒന്നും വിളിക്കേണ്ട അഭിപ്രായമില്ല. കാരണം അദ്ദേഹം ഏറ്റവും വലിയ രാഷ്ട്രീയ ചതി CPMനോടൊപ്പം ചേർന്ന് 2011 അഷ്റഫ് കാളിയത്തിനെതിരെ നടത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.